പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്നു പോകും. മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. ഹല്ലേലൂയ. ഈ സംഭവം വിവരിക്കണമെങ്കിൽ കുറച്ചുകൂടെ പിറകോട്ട് പോയി ചിന്തിക്കേണ്ടി വരും. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുൻപ് മോശയുടെ കാലത്ത് നടന്നതായ ഒരു വലിയ സംഭവമാണ്, മിസ്രയീം ദേശത്ത് നടന്ന ഒരു വലിയ സംഭവമാണ് ഈ പകൽക്കാലം നിങ്ങളിപ്പോൾ വായിച്ചു കേട്ടത്. അതിന് പിറകോട്ട് പോകുമ്പോൾ അബ്രഹാമിന്റെ കാലം വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മക്കൾ അവരുടെ സ്വന്തം ജനമല്ലാത്ത, സ്വന്തം സ്ഥലമല്ലാത്ത അന്യദേശത്ത് 430 വർഷം അടിമകളായി പാർക്കും. അവർ പരദേശികളായി അവിടെ പാർക്കേണ്ടി വരും. 430 വർഷം അവർ അടിമകളായി പാർക്കുമെന്ന ആ വാഗ്ദത്ത നിവർത്തിക്കായി യോസേപ്പിന്റെ സഹോദരന്മാർ യോസേപ്പിനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. യോസേഫ് അത് കഴിഞ്ഞിട്ട് ആ കച്ചവടക്കാർ കൊണ്ടുവന്ന് പൊത്തിഫറിന്റെ വീട്ടിൽ അവനെ വിൽക്കുവാനിടയായി തീർന്നു. ആ ചരിത്രം എന്റെ പ്രസംഗ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം ഒത്തിരി വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പൊത്തിഫറിന്റെ ഭവനത്തിൽ യോസേഫ് വിശ്വസ്തനായിരുന്നു. എന്നാൽ പൊത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണ് ഈ യോസേഫ് എന്ന സൗന്ദര്യമുള്ള ചെറുപ്പക്കാരന്റെ ശരീരത്തിലായിരുന്നു. അവൾ അവനോടുകൂടെ സഹിക്കുന്നതിന് വേണ്ടി പലപ്പോഴും യോസേപ്പിനെ നിർബന്ധിച്ചു. യോസേപ്പ് പറഞ്ഞു, ഈ വീട്ടിലെ സകലാധികാരവും നിന്റെ ഭർത്താവായ യജമാനൻ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു, നിന്നെ ഒഴികെ. അതുകൊണ്ട് നീ കാരണം ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് യോസേപ്പ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. എന്നാൽ ഒരു ദിവസം അവസരം കിട്ടിയപ്പോൾ അവൾ യോസേപ്പിനെ കടന്നു പിടിച്ചു. യോസേപ്പ് അതിനെ സമ്മതിക്കാതെ വന്നപ്പോൾ അവന്റെ അങ്കി അവൾ പിടിച്ചു വെച്ചുകൊണ്ട് കയ്യിലേ വെച്ചുകൊണ്ടിരുന്നു. തന്റെ ഭർത്താവ് വരുന്നത് വരെയും ആ അങ്കി പിടിച്ചുകൊണ്ടിരുന്നു തെളിവായിട്ട്. എന്താ പറഞ്ഞത്? പൊത്തിഫർ വന്നപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരുവനെ ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നല്ലോ, അവൻ ഇന്ന് പകൽക്കാലം എന്നെ അപമാനിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നു. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പൊത്തിഫർ രാജ്യത്തിലെ മിസ്രയീമിലെ നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പിടിച്ച് ഇവനെ ജയിലിൽ അടച്ചു. ജോസഫ് അവിടെ ജയിലിൽ കിടന്നു ദീർഘകാലം. ഒരു ദിവസം സ്വപ്നം കാണുന്ന ജോസഫ് അവന്റെ സ്വപ്നത്തിന്റെ അർത്ഥം രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിനായി അവിടുത്തേതായ മന്ത്രിമാരും അവതാരകന്മാരും മന്ത്രവാദികൾക്കും കഴിയാതെ വന്നപ്പോൾ ആ കൂടെ കിടന്നതായ ജയിലറയിൽ കിടന്നതായ ഒരുവൻ അവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരുവൻ കുണ്ടറയിലുണ്ട്, അവനെ ഞാൻ ഇന്ന് പകൽക്കാലം കൊണ്ടുവരാം, അവൻ സ്വപ്നം വ്യാഖ്യാനിക്കും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ കുണ്ടറയിൽ കിടന്നാലും അവിടെ നിന്ന് നിന്റെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഇന്ന് നീ കഷ്ടതയിലാണോ, കുണ്ടറയിലാണോ, വേദനയിലാണോ, നിരാശയിലാണോ, അധപ്പതനത്തിലാണോ, ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദിനം വരും. യോസേപ്പിനെ കുണ്ടറയിൽ നിന്ന് കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിലാക്കി. രാജാവ് കണ്ട സ്വപ്നം വിവരിച്ചു. വലിയ ദാരിദ്ര്യം നിറഞ്ഞ 7 വർഷക്കാലം വരാൻ പോകുക. അനുഗ്രഹത്തിന്റെ 7 വർഷം വരും ആദ്യം, അത് കഴിഞ്ഞ് കഷ്ടതയുടെ 7 വർഷം വരും. ഭയങ്കരമായ രാത്രികൾ മിസ്രയീമിൽ വരാൻ പോകുകയാ. കഷ്ടതയുടെ രാത്രി, വേദനയുടെ രാത്രി, ദുഃഖത്തിന്റെ രാത്രി. മിസ്രയീം ദേശമെല്ലാം പട്ടിണി കൊണ്ട് ജനം മരിക്കും. മിസ്രയീം രാജാവ് പറഞ്ഞു, എന്തു ചെയ്യണം? പരിഹാരം ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ നല്ല കാലം വരുമ്പോൾ അനർത്ഥകാലത്തിന് വേണ്ടിയിട്ടുള്ളത് നീ കരുതി വെക്കണം. ഈ സമ്പൽ സമർത്ഥമായ കാലം വരുമ്പോൾ ഈ ദാരിദ്ര്യം നിറഞ്ഞ കാലത്തേക്ക് വേണ്ടി നീ കരുതി വെക്കണം. അതിന് യോഗ്യന്മാരായ ആളുകളെ നീ സംഘടിപ്പിച്ച് നീ അവരെ ഓരോ ചുമതലകൾ ഏൽപ്പിച്ച് ഓരോ ധാന്യങ്ങളെ ശേഖരിച്ച് പണ്ടികശാലകൾ നിറയ്ക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഫറവോൻ വിചാരിച്ചു, വേറെ ആരാണ് ഇതിന് യോഗ്യത ഉള്ളത്? യോസേപ്പ് തന്നെയാണ് അതിന് യോഗ്യൻ. യോസേപ്പിനെ അവിടെ പിടിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി.
ഹല്ലേലൂയ. യോസേഫ് അവിടെ ജീവിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെത്തിയത്. യോസേഫിന്റെ തലമുറകൾ വർദ്ധിച്ചു പെരുകി, അവർ എണ്ണത്തിൽ പെരുകി, അവർ അടിമകളായി മാറി. അവസാനം 430 വർഷം അവർ മിസ്രൈമിൽ അടിമകളായി പാർത്തു. ആ സമയത്ത് മോശ ജനിച്ചു. മോശ ജനിച്ചപ്പോൾ മോശയെ കൊന്നുകളയുവാൻ വേണ്ടി ഫറവോനും സൈന്യങ്ങളും ആഗ്രഹിച്ചു. എന്താ കാര്യം? മിസ്രൈമിലെ ജനങ്ങളെക്കാൾ കൂടുതലായി ഇസ്രായേൽ മക്കൾ പെറ്റുപെരുകുകയാണ്. ഇനി ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വളർന്നു വന്നാൽ നാളെ ഒരു സമയത്ത് നമുക്കെതിരായി ഇവർ യുദ്ധത്തിന് പുറപ്പെട്ടാൽ നമ്മെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ സന്താനങ്ങളെ മുഴുവനും കൊന്നുകളയുവാൻ ഇസ്രായേലിലെ ഫറവോൻ ഒരു ഓർഡർ ഇട്ടു. ഹല്ലേലൂയ. പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയുക. പ്രസവിക്കുമ്പോൾ തന്നെ അവരുടെ കഴുത്ത് ചരിച്ച് കൊന്നുകളയുക. എന്നാൽ മോശക്കുഞ്ഞ് വളരെ സുന്ദരനായിരുന്നു, വളരെ മനോഹര രൂപിയായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ളവനായിരുന്നു. അവനെ കൊല്ലുവാൻ അവൻ്റെ മാതാവിനും അവൻ്റെ സഹോദരിക്കുമെന്നും അവൻ്റെ പിതാവിനുമെന്നും ആഗ്രഹം തോന്നിയില്ല. അവനെ കൊല്ലുവാനുള്ള മനസ്സ് അവർക്കുണ്ടായില്ല. അവരൊരു ഞങ്ങടപ്പെട്ടി ഉണ്ടാക്കി അതിൽ കീലെല്ലാം തേച്ച് ഇവനെ അതൊരു അടപ്പെല്ലാം ഉണ്ടാക്കി നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. മിസ്രൈമിലെ ഫറവോന്റെ പുത്രി കുളിക്കാൻ പോയപ്പോൾ ഈ ഞങ്ങണപ്പെട്ടി ഒഴുകി വരുന്നത് കണ്ടു. അവൾ ആ ഞങ്ങണപ്പെട്ടിയെ പിടിച്ചു നോക്കിയപ്പോൾ സുന്ദരനായ സൂര്യ തേജസ്സുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ്. ഇതേതോ ഇസ്രായേലിന്റെ മകനാണ്, കൊല്ലാതെ ഇരിക്കാൻ വേണ്ടി ഒഴുക്കി വിട്ടതാ. ഇവനെ ഞാൻ എൻ്റെ മകനായി വളർത്തുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ രാജകൊട്ടാരത്തിൽ വളർന്നു. അവന്റെ അമ്മ അവന് മുലപ്പാൽ കൊടുത്തു. അവന്റെ സഹോദരി പറഞ്ഞു, ഞാനൊരാളിനെ കൊണ്ടുതരാം. അമ്മയെ തന്നെ കൊടുത്തു. അങ്ങനെ കൂലി വാങ്ങി. മുലപ്പാൽ കൊടുത്തത് മോശയുടെ അമ്മ മാത്രമാണ് ലോക ചരിത്രത്തിൽ. ഹല്ലേലൂയ. മോശ മിസ്രൈമിലെ കൊട്ടാരത്തിൽ വളർന്നു വന്നു. 40 വർഷം അവൻ അവിടെ കൊട്ടാരത്തിൽ ജീവിച്ചു. അവിടെ രാജകീയ സുഖങ്ങളെല്ലാം അനുഭവിച്ചു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ അതിനെ രചിക്കുവാൻ ദൈവം മോശയിലൂടെ ഇടയാക്കി തീർന്നു. മോശ ഈജിപ്തിൽ പഠിച്ചിരുന്നതായ അറിവുകളല്ല ദൈവവചനത്തിന്റെ ചിന്തയായി മോശ എഴുതി വെച്ചത്. മോശ ഈജിപ്തിൽ പഠിച്ച മോശയുടെ ചിന്ത എന്തായിരുന്നു എന്നറിയാമോ? ആകാശത്തിൽ മുട്ടയുടെ ആകൃതിയിൽ പക്ഷങ്ങളോടുകൂടി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വസ്തുവിൽ നടന്നു വീണ് ഈ ഭൂഗോളം ഉണ്ടായി എന്നാണ് മോശ ഈജിപ്തിലെ പള്ളിക്കൂടത്തിൽ നിന്ന് പഠിച്ച സയൻസ് ഓഫ് ആന്ത്രോപോളജി. എന്നാൽ ദൈവം തന്റെ കരങ്ങളെ ഉപയോഗിച്ചപ്പോൾ മോശ എഴുതിയത് അങ്ങനെ ആയിരുന്നില്ല. മോശയോട് ദൈവം പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് തന്നെ മോശ ആധാരമാക്കി. ഹല്ലേലൂയ. 40 വർഷം മോശ മിസ്രൈമിൽ ജീവിച്ചു. അവിടുത്തെ അഭ്യാസങ്ങളെല്ലാം അവൻ പഠിച്ചു, വിദ്യാഭ്യാസങ്ങളെല്ലാം പൂർത്തിയാക്കി. അവിടെ ഒരു രാജകുമാരനായി മോശ മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. കാലങ്ങൾ കുറെ പോയി. അതിനുശേഷം മോശയ്ക്ക് മനസ്സിലായി, ഞാൻ മിസ്രൈമിലെ ഫറവോന്റെ കൊട്ടാരത്തിൽ ഞാൻ ജീവിക്കുകയാണെങ്കിലും ഞാൻ ഇവിടത്തെ അല്ല. ഹല്ലേലൂയ. ഞാൻ ഇവിടത്തെ അല്ല, ഞാനൊരു ഇസ്രായേലിയനാണ്. ഹല്ലേലൂയ. എനിക്കിവിടെ ദീർഘകാലം നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ. നമ്മളിവിടത്തെ അല്ല, നമ്മളിവിടത്തെ അല്ല. നമ്മളിവിടം വിടേണ്ടി വരും, നമ്മളിവിടം വിടേണ്ടി വരും. മോശയ്ക്ക് അത് ബോധ്യമായി. മോശയ്ക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും മിസ്രൈമിലെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. എന്നാൽ മോശ ഒരു ദിവസം തന്റെ സഹോദരന്മാർ തല്ലുകൂടുന്ന കണ്ടിട്ട് പറഞ്ഞു, മക്കളെ, നമ്മളിങ്ങനെ തല്ലുകൂടേണ്ടവരല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാ, നമ്മൾ ആരാധിക്കേണ്ടവരാ, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാ. ഇവിടെ കിടന്ന് മിസ്രൈമിൽ കിടന്ന് തല്ലുകൂടേണ്ടവരല്ല. നമുക്കൊരക്കരെ ഒരു നാടുണ്ട്. ദൈവവചനം പറയുന്നു, നമ്മുടെ പൗരത്വം എവിടെ? ഇവിടെ അല്ല. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. മറ്റൊരവസരത്തിൽ രണ്ടുപേർ തമ്മിൽ അടികൂടി. ഒരു മിസ്രൈമിയൻ ഒരു ഇസ്രായേലിയനുമായിട്ട് വഴക്കുകൂടി. മിസ്രൈമിയനെ കൊന്ന് മണലിൽ പൊഴുത്തി. ഇനി ഇവിടെ നിന്നാൽ തന്റെ ജീവിതവും നഷ്ടപ്പെടുമെന്ന് കരുതി മോശ അന്ന് തന്നെ അവിടം വിട്ടു. മനസ്സിലായോ? അടുത്തൊരുത്തന്റെ വഴക്ക് തീർക്കാൻ വേണ്ടി പോയപ്പോൾ
അവൻ പറഞ്ഞു, ആ മിസ്രൈമ്യനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാൻ നീ വരുന്നോ? നിനക്കാരാണ് ഈ അധികാരം തന്നത് എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി താൻ ചെയ്ത കൊലപാതകം പുറത്തായി, മറ്റുള്ളവർ അറിയുവാനിടയായി തീർന്നു. ഇന്നിവിടെ നിന്നാൽ തൻ്റെ തലയും ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്ന് വരും. മോശ അന്ന് അവിടെ നിന്ന് നേരെ ഇറങ്ങി പുറപ്പെട്ടു. ചെന്നുപെട്ടത് യിത്രോവിന്റെ അടുക്കലാണ്. യിത്രോവിന്റെ ആടുകളെ മേയിച്ച് അവിടെ കുടുംബജീവിതം നയിച്ച് താൻ അങ്ങനെ ജീവിക്കുമ്പോൾ, ഒരു ദിവസം ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശ കണ്ടു ഒരു മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ! ചില മുൾപ്പടർപ്പുകൾ ഇന്ന് പകൽക്കാലം കത്താൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചില ഹൃദയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കാൻ പോകുകയാണ്. മോശ നോക്കിയപ്പോൾ അത് കരിഞ്ഞു പോകുന്നില്ല. മുൾപ്പടർപ്പ് കത്തി ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് കരിഞ്ഞു പോകുന്നില്ല. മോശ അതിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി എന്താണെന്ന് നോക്കുവാൻ വേണ്ടി പോയപ്പോൾ പിറകിൽ നിന്നൊരു ശബ്ദം, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്റെ കാലിൽ നിന്ന് നീ ചെരുപ്പിനെ നീക്കിക്കളയണം. ഹല്ലേലൂയ! വിശുദ്ധമായ ഇടങ്ങളിൽ വരുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവത്തെ സ്തുതിക്കുന്നവരെ, ഇത് വിശുദ്ധ സ്ഥലമാണ്. അവിടെ വരുമ്പോൾ മലിനമായതൊന്നും കാണാൻ പാടില്ല. നിന്റെ ജീവിതത്തിൽ അഴുക്കായതെല്ലാം നീ മാറ്റിവെച്ചിട്ട് വരണം. നിന്റെ ജീവിതത്തിൽ പിണക്കമുണ്ടോ? നിനക്കാരോടെങ്കിലും ശത്രുതയുണ്ടോ? നിനക്കാരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? ആരോടെങ്കിലും അവിഹിതമായി നീ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? നീ കാരണം ആർക്കെങ്കിലും കണ്ണുനീരിന്റെ അനുഭവമുണ്ടോ? അതെല്ലാം നീ പുറത്തു വച്ചിട്ട് വേണം വരാൻ. ഇത് വിശുദ്ധമായ സ്ഥലം. ഹല്ലേലൂയ! മോശയോട് പറഞ്ഞു, നീ മിസ്രൈമിൽ നിന്ന് വന്നപ്പോ അവിടെ നിന്ന് പലതും കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ് ഈ ചെരുപ്പും. ലോകത്തിലുള്ള ഒന്നും ദൈവത്തിന് വേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നാം വേർപെട്ടവരാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എന്തിനു വേണ്ടി വേർപെട്ടു? ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം എന്നെയും നിന്റെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ലോകത്തിലുള്ള നമ്മുടെ സ്നേഹിതന്മാർ നമ്മെ മദ്യത്തിനും മയക്കുമരുന്ന് തരാനും ലോകത്തിലെ സുഖലോലുപതയ്ക്കായി ഒരുപക്ഷെ നമ്മളെ വിളിക്കും. അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ്, എനിക്ക് ഇതുമായി പങ്കില്ല എന്ന് നീ പറയണം. ഹല്ലേലൂയ! മോശയോട് ദൈവം സംസാരിച്ചു. എന്റെ ജനം മിസ്രൈമിൽ കഷ്ടപ്പെടുകയാണ്, അടിമകളായി പാർക്കുകയാണ്, നീ പോയി അവരെ വിടുവിച്ചു കൊണ്ടുവരണം. അങ്ങനെ വീണ്ടും ദൈവം മോശയെ എവിടെ പറഞ്ഞയച്ചു? മിസ്രൈമിലേക്ക് പറഞ്ഞയച്ചു. മോശ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റത്തില്ല. ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു. ഞാൻ തടിച്ച നാവുകളുള്ളവനാണ്, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വിക്കുണ്ട്, ഞാൻ പറയുന്നതൊന്നും മറ്റുള്ളവർക്ക് തിരിയത്തില്ല. അത് തന്നെയുമല്ല, ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല, അവർ വിഗ്രഹാരാധികളാണ്, അവരുടെ അടുക്കൽ ഞാൻ പോയി പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ എന്നതാ ഉള്ളത് മക്കളെ? അതാകപ്പാടെ ഒരു വടി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്, അത് നിലത്തിടാൻ പറഞ്ഞു. അത് സർപ്പമായി തീർന്നു. ഹല്ലേലൂയ! നിന്റെ കയ്യിൽ ചിലതൊക്കെ ദൈവം തന്നിട്ടുണ്ട്, അതിൻ്റെ ശക്തി നിനക്കറിയത്തില്ല, അത് വളരെ പവറുള്ളതാണ്. നിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ധ്വനി ഒരുപക്ഷെ ഒരു ദൈവത്തിന്റെ പൈതൽ ഒരു മറ്റൊരാളോട് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് രൂപാന്തരം വരാൻ നിന്റെ ഒരു വാക്കുമതി. അത് അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹല്ലേലൂയ! കർത്താവിനോട് ഒരിക്കൽ ഒരുവൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ മകൾക്ക് എന്ത് ചെയ്യും? സൗഖ്യം ലഭിക്കും. മരിച്ചു കിടക്കുകയാ മകൾ. ഹല്ലേലൂയ! മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും അധികാരം കർത്താവിനുണ്ട്. ഹല്ലേലൂയ! ഇന്ന് പകൽക്കാലം ഏതെല്ലാം ഭാരത്തോടെ, ദുഃഖത്തോടെ, വിഷമത്തോടെ ആയിരിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ വേദന മാറ്റാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. മോശയെ കൊണ്ട് ദൈവം സമ്മതിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി.
മോശ വീണ്ടും മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ പോയാൽ അവിടുത്തെ ഫറവോനും സൈന്യവും ഒരുപക്ഷെ അവനെ കൊന്നുകളയുമോ എന്ന് പോലും മോശ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. മോശ പോയി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഓരോ ബാധകളെ അയക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം എത്ര ബാധകളെ അയച്ചത്? മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തെ വെടിവെച്ച് കൊണ്ടുവരാൻ വേണ്ടി ഫറവോനോട് മോശ സംസാരിക്കുമ്പോൾ എത്ര ബാധകളാണ് അവിടെ മിസ്രൈമിൽ ദൈവം അയച്ചത്? 10 ബാധകൾ. 10 ബാധകളെ അയച്ചു. എന്താണ് ഒന്നാമത്തെ ബാധ? വെള്ളം രക്തമായി. വെള്ളം രക്തമായി എന്ന് പറയുമ്പോൾ നൈൽ നദി മുഴുവനും ചോരക്കളമായി. മിസ്രൈമിലെ കൊട്ടാരത്തിൽ കുടിക്കുവാൻ വേണ്ടി കോരി വച്ചിരുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരുന്നതുപോലെ ഫറവോൻ കുടിക്കുവാൻ വേണ്ടി എടുത്തപ്പോൾ മുഴുവനും ചോരയായി. കഞ്ഞി വയ്ക്കാൻ കലത്തിൽ വെച്ച വെള്ളം ചോരയാ. അരിയിടുമോ ആരെങ്കിലും? ചോരയാ. വീഞ്ഞു കുടിക്കാൻ വേണ്ടി, വീഞ്ഞുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം മുഴുവനും ചോരയാ. ഫറവോൻ പറഞ്ഞു, നിന്റെ ജനത്തെ ഞാൻ വിട്ടയക്കാം. ഹല്ലേലൂയ. വിട്ടയക്കാമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാകുമ്പോഴത്തേക്ക് വീണ്ടും പറയും, ഞാൻ വിടത്തില്ല. അങ്ങനെ 9 പ്രാവശ്യം ഫറവോൻ വാക്ക് മാറ്റി 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 പറഞ്ഞു. ഇതിനിടയിൽ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി അവിടെ ന്യായവിധിക്കായി ദൈവം ഇറക്കി വിട്ടു.